അമ്മയാണല്ലോ വിളിക്കുന്നത്. അമ്മ. മോളെ, ഞാനിപ്പോ ഹരിതയുടെ വീട്ടുമുറ്റത്താ നിൽക്കുന്നത്. കൂടെ മീനാക്ഷിയുണ്ട്. ഇവിടെ ആകെ പ്രശ്നങ്ങളാ മോളെ. എന്താ അമ്മേ, എന്താ പ്രശ്നം? ഇവിടെ എന്തോ ബഹളം കേട്ട് ഞാനും മീനാക്ഷിയും കൂടി ഓടി വന്നതാ. ഹരിത ചന്ദ്രികാമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതാ കണ്ടത്. ഒരു വിധത്തിൽ ഞാനും മീനാക്ഷിയും കൂടി ഹരിതയെ പിടിച്ചു മാറ്റി. ഞങ്ങള് സമയത്ത് വന്നതുകൊണ്ടും പിടിച്ചു മാറ്റിയതുകൊണ്ടും പാവം ചന്ദ്രികാമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടി. ഇല്ലെങ്കിൽ ആ രാക്ഷസി ചന്ദ്രികാമ്മയെ കൊന്നുകളഞ്ഞനെ. മോളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടമ്മേ. എന്തോ ആവശ്യത്തിന് ചന്ദ്രികാമ്മയുടെ സ്വർണം മനോജ് പണയം വെക്കാൻ ചോദിച്ചു. ചന്ദ്രികാമ്മ കൊടുത്തില്ല. അതാണ് പ്രശ്നത്തിന്റെ തുടക്കം. എന്തായാലും ഞങ്ങൾ കണ്ടപ്പോ ചന്ദ്രികാമ്മയുടെ ദേഹത്ത് ഒരു തരി സ്വർണം പോലും ഉണ്ടായിരുന്നില്ല. സ്വർണമെല്ലാം ഊരി ചന്ദ്രികാമ്മ എന്റെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നെന്നാ ഹരിതയുടെ സംശയം. അതിന്റെ പേരിൽ എന്നെയും മീനാക്ഷിയും അവൾ ഒത്തിരി തെറി പറഞ്ഞു. വീട്ടിൽ നാട്ടി ഇറക്കി. അമ്മ ഇപ്പൊ എവിടെയാ? എന്താ അവസ്ഥ? അത് പറയാനാ ഞാൻ വിളിച്ചേ. ആ ചന്ദ്രികാമ്മയെ ആ പരമനീചത്തി ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക. ഹലോ ചേച്ചി, ഞാൻ മീനാക്ഷിയാ. ഇവിടെ നടന്നൊന്നും അവിടെ അറിയിക്കണ്ടെന്നാ കരുതിയത്. പക്ഷെ ഹരിത എന്തും ചെയ്യാൻ മടിക്കാത്ത മട്ടിലാണ്. ഓടി വന്ന് ചന്ദ്രികമ്മയെ രക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോ ശവം ഒരുക്കി കാണേണ്ടി വരുന്ന. എന്തെങ്കിലും ചെയ്യണം ചേച്ചി. ഞാൻ അച്ഛനോട് പറഞ്ഞു വേണ്ടത് ചെയ്യാം. ശരി ചേച്ചി.